हरि ओम। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्. ഓം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തത്വബോധത്തിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കണ്ടു. അതിനുശേഷം സാധന ചതുഷ്ടയം, അതായത് ഈ ആത്മവിദ്യ, ആത്മജ്ഞാനം നേടുന്നതിനുള്ള യോഗ്യത എന്താണ് എന്നുള്ള വിഷയമാണ് തുടങ്ങിയത്. അത് 4 യോഗ്യതകളാണ് ഉള്ളത്. അതാണ് സാധന ചതുഷ്ടയം എന്ന് പറയുന്നത്. അതും നമ്മൾ കണ്ടു. അത് 4D ആണ്: ഡിസ്ക്രിമിനേഷൻ, ഡിസ്പാഷൻ, ഡിസിപ്ലിൻ ആൻഡ് ഡിസയർ. വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ഗസമ്പത്തി, മുമുക്ഷുത്വം. ഇതാണ് 4 യോഗ്യതകൾ. ഇതില് വിവേകവും വൈരാഗ്യവും മുമുക്ഷുത്വവും നമ്മൾ കണ്ടു. ഇനി ബാക്കിയുള്ളത് സമാ ആദി ഷഡ്ഗസമ്പത്തിയാണ്. അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. എന്തൊക്കെയാണ് ഷഡ്ഗസമ്പത്തി? 6 ഷഡ്ഗം എന്ന് പറഞ്ഞാൽ 6 വിധത്തിലുള്ളതെന്നാണ്. സമ്പത്തി എന്ന് പറഞ്ഞാൽ അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഓർ സെൽഫ് കൺട്രോൾ. സമ, ദമ, ഉപരതി, തിരിക്ഷ, ശ്രദ്ധ, സമാധാനം. ഷഡ്ഗസമ്പത്തി എന്ന് പറഞ്ഞാൽ 6 വിധത്തിലുള്ള അച്ചടക്കം അല്ലെങ്കിൽ ചിട്ട ഓർ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സമ, സമം, ദമം, ഉപരതി, തിരിക്ഷ, ശ്രദ്ധ, സമാധാനം. അപ്പം ആദ്യം നമുക്ക് സമ എന്താണെന്ന് നോക്കാം. സമഹ അല്ലെങ്കിൽ സമം എന്ന് മലയാളത്തിൽ പറയാം. മൈൻഡ് കൺട്രോൾ ആണ്. മനോനിഗ്രഹ സമഹ, മനസ്സിനെ അടക്കുന്നതാണ്. സമം എന്ന് പറഞ്ഞാൽ ശാന്തത, മനോനിയന്ത്രണം ഓർ ട്രാങ്ക്വിലിറ്റി ആൻഡ് മാസ്റ്ററി ഓഫ് മൈൻഡ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മനോനിയന്ത്രണം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ശാന്തതയും ഉണ്ടാവില്ല. ശാന്തത ഇല്ലാത്തവർക്കാണെങ്കിലോ മനസ്സൊരു ഭയങ്കര ഭാരമായിരിക്കും. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ ശാന്തിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശാന്തമായിട്ടൊരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പഠിക്കണമെങ്കിൽ നമുക്ക് നല്ലപോലെ ശാന്തത വേണം. ഒരു സ്വന്തമായിട്ടിരുന്ന് തന്നെ ഇരുന്ന് കുറച്ചു നേരം ചിന്തിക്കാനോ ആലോചിക്കാനോ പഠിക്കാനോ ഉള്ള കഴിവ് വേണം. അതിനെയാണ് സമം എന്ന് പറയുന്നത്. സമ, ശാന്തത. ശാന്തത ഇല്ലാത്തവർക്ക് ജീവിതം തന്നെ ഒരു ഭാരമായിട്ട് തോന്നും. മനസ്സ് ലഘുവായി മാത്രമേ അതിനെന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അടുത്തത് ദമ ആണ്. സെൻസ് കൺട്രോൾ ഓർ കൺട്രോൾ ഓഫ് സെൻസറി ഫാക്കൽറ്റീസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, അടക്കുക എന്നുള്ളതാണ് ദമ എന്ന് പറയുന്നത്. ദമം എന്നത് വികാര നിയന്ത്രണമാണ്. ട്രാങ്ക്വിലിറ്റി ആൻഡ് മാസ്റ്ററി ഓഫ് സെൻസ് ഓർഗൻസ് അഥവാ ഇന്ദ്രിയ നിഗ്രഹണം. എന്താണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത്? ഇവിടെ നിഗ്രഹം എന്ന് പറയുന്നത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അടക്കി വെക്കുകയോ അമർത്തി വെക്കുകയോ ഒന്നുമല്ല. നമ്മുടെ ശാസ്ത്രങ്ങളിലൊന്നും ഇന്ദ്രിയങ്ങളെയോ ആഗ്രഹങ്ങളെയോ അടക്കി വെക്കാൻ പറയുന്നില്ല. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്, ഇന്ദ്രിയങ്ങൾ ഒന്നും നോക്കാൻ പോകരുത്, അങ്ങനെയൊന്നും പറയുന്നില്ല. അടക്കി വെക്കുന്ന എല്ലാം ഒരിക്കലും പൊട്ടിത്തെറിക്കും. അഗ്നിപർവ്വതം പോലെ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ബുദ്ധിപരമായി നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അവയുടെ പാട്ടിന് വിടാതെ വേണ്ടിയിടത്ത് മാത്രം ഉപയോഗിക്കുക. ഒരു അണ കെട്ടി വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് വേണ്ട വഴിക്ക് തിരിച്ചു വിടുന്നത് പോലെ. അതാണ് ദമം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും പരമാർത്ഥാനന്ദ സ്വാമി ഒരു ഉദാഹരണം പറയും. നമ്മള് ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. കുറച്ച് ദൂരെ നടന്നു പോകുന്ന, പണ്ടൊക്കെ ഞങ്ങള് ഈ പൂജ വെപ്പിന്റെ ഒക്കെ സമയത്ത് പൂജ എടുക്കുന്ന ദിവസം 3 അമ്പലങ്ങളിൽ പോയി തൊഴുതിട്ട് വന്നിട്ടാണ് രാവിലെ കാപ്പി പോലും കുടിക്കുന്നത്. കാപ്പി അരിയില്ല. അതിനുമുമ്പേ പോയി 3 അമ്പലങ്ങളിൽ പോയി, ദേവിയുടെ ഒക്കെ അമ്പലങ്ങളിൽ പോയി തൊഴുതിട്ട് വന്നിട്ടേ നമുക്ക് ആഹാരം കിട്ടുള്ളൂ, കാപ്പി പോലും കിട്ടുള്ളൂ. അപ്പൊ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് അതിലൂടെ പോകുമ്പോൾ എപ്പോഴും മസാല ദോശയുടെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് അമ്പലത്തിൽ പോകുമ്പം അമ്പലത്തിൽ പോകുന്നതിനേക്കാളും ശ്രദ്ധയായിരിക്കും ആ മസാല ദോശയുടെ മണത്തിന്. അപ്പൊ എന്താ ചെയ്യുന്നത്?
സമം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഈ മണമൊന്നും വേണ്ട, അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. ഈ അത്രയ്ക്കുള്ള ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? നമ്മള് അതിന് മാറിപ്പോകും. ആ ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ അല്ലാതെ അതിന്റെ പുറകിൽ കൂടെ ഒരു വഴിയുള്ളിടത്ത്, കുറച്ച് വളഞ്ഞ വഴിയാണെങ്കിലും അതിലേ കൂടെ പോകും. അപ്പൊ നമുക്ക് ആ മണത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ അങ്ങനെ ഡിസ്റ്റർബ് ആകാതെ അതിനെ അവോയ്ഡ് ചെയ്തു പോകും. അങ്ങനെ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നതിനെയും ദമ എന്ന് പറയാം. ഈ പറഞ്ഞത് എല്ലാം കൂടെ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നച ഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. 2-ാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെ വശത്താക്കാത്തവർക്ക് സമബുദ്ധിയില്ല, ഏകാഗ്രതയുമില്ല. ഏകാഗ്രത ഇല്ലാത്തവന് ശാന്തിയില്ല. ശാന്തി ഇല്ലാത്തവന് എവിടെയാണ് സുഖം? അതുകൊണ്ട് ശാന്തി ഇല്ലാത്തവന് സുഖം തന്നെ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വിഡ്രോവൽ അല്ലെങ്കിൽ ക്വൈറ്റിറ്റ്യൂഡാണ്, ഉപരമം എന്ന് പറയുന്നത്. സ്വധർമാനുഷ്ഠാനമേവ, സ്വധർമാനുഷ്ഠാനം തന്നെയാണ് ഉപരമം എന്ന് പറയുന്നത്. അതായത് ബാഹ്യധർമ്മങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതിനെയാണ് ഉപരതി എന്ന് പറയുന്നത്. ഉപരമം എന്ന് പറഞ്ഞാൽ പുറമേക്കുള്ള പ്രവൃത്തികളിൽ നിന്ന് പിൻവാങ്ങി ആത്മീയ പഠനത്തിനായി കൂടുതൽ സമയം കണ്ടെത്തുകയാണ്. റിഡക്ഷൻ ഓഫ് എക്സ്ട്രോവേർട്ട് ആക്ടിവിറ്റീസ് ഫോർ വിഡ്രോവൽ. നമ്മളെക്കുറിച്ച് തന്നെ അറിയുന്നതിന് വേണ്ടി കൂടുതൽ സമയം സമാധാനത്തോടെ ചെലവഴിക്കുക. അപ്പം ഈ ഉപരമ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം സമ വഴി നേടിയ മനഃശാന്തിയെ നിലനിർത്തുക എന്നുള്ളതാണ്. സമ കൊണ്ട് നമുക്ക് ശാന്തി കിട്ടും. അതിനെ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഉപരമ എന്ന് പറയും. വിക്ഷുപ്തമായ മനസ്സിനെ അടക്കുന്ന കഴിവിനെയാണ് ഉപരമ എന്ന് പറയുന്നത്. അങ്ങനെ ശാന്തമായ മനസ്സിന്റെ ശാന്തിയെ നിലനിർത്തുക എന്നതാണ് ആദ്യത്തെ അർത്ഥം. 2-ാമത്തെ അർത്ഥം സന്യാസാശ്രമം എന്നാണ്. സന്യാസം ആണ് ഉപരമ. എന്നാൽ ഇവിടെ ആചാര്യസ്വാമികൾ 3-ാമത് വേറൊരു അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്, സ്വധർമാനുഷ്ഠാനം. എന്താണ് സ്വധർമാനുഷ്ഠാനം എന്ന് പറയുന്നത്? നമ്മുടെ ശാസ്ത്രങ്ങളിൽ 5 വിധത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിത്യകർമ്മം, എല്ലാ ദിവസവും മുടക്കം കൂടാതെ ചെയ്യേണ്ട കർമ്മങ്ങൾ. ഇതൊക്കെ വൈദിക കർമ്മങ്ങളാണ് ഈ പറയുന്നത്. അഗ്നിഹോത്രം മുതലായ സന്ധ്യാവന്തനം, ഇതൊക്കെ നിത്യവും ദിവസവും മരിക്കുന്നത് വരെ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അല്ലെങ്കിൽ സന്യാസം എടുക്കുന്നത് വരെ. സന്യാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട, അതിനുള്ള മുക്തിയായി. അതുവരെ നിത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യാവന്തനം, അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങൾ എന്നും ചെയ്യേണ്ടതാണ്. പിന്നെ നൈമിത്തിക കർമ്മങ്ങളുണ്ട്, ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം ചെയ്യുന്നത്. അതായത് പൗർണമിക്കും അമാവാസിക്കും ശ്രാദ്ധത്തിനും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതൊന്നും എന്നും ചെയ്യുന്നില്ല, ഓരോ പ്രത്യേക അവസരങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ്. 3-ാമത്തെ തരം കർമ്മങ്ങൾ കാമ്യകർമ്മങ്ങളാണ്. എന്തെങ്കിലും ആഗ്രഹ സാധ്യത്തിനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, രാജസൂയം, അശ്വമേധയാഗം, അതൊക്കെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ഉള്ള കർമ്മങ്ങളുണ്ട്. പുത്രകാമേഷ്ടി പോലെയുള്ള കർമ്മങ്ങൾ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് കാമ്യകർമ്മങ്ങൾ എന്ന് പറയും. പിന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങളാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചെയ്തു പോയ പാപകർമ്മങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ. പിന്നെ ഉള്ളത് നിഷിദ്ധ കർമ്മങ്ങളാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ആഭിചാരം, കൂടോത്രം എന്നൊക്കെ പറയില്ലേ നമ്മള്, അതൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ചെയ്യുന്നതാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ്. ഇതിൽ അവസാനത്തെ കർമ്മം, അതായത് നിഷിദ്ധ കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം. കാമ്യകർമ്മങ്ങളും പ്രായശ്ചിത്ത കർമ്മങ്ങളും കഴിവതും കുറച്ച് കുറച്ച് കൊണ്ടുവരിക. കാമ്യകർമ്മങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് അതുപോലെ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അധികം പ്രവർത്തിക്കാതെ നമ്മൾ കൂടുതലും
നിഷ്കാർമ്മ കർമ്മങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ നേടുക. പ്രായശ്ചിത്ത കർമ്മങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകൾ ചെയ്യാതെ പാപങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ പാപങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടി വരില്ലല്ലോ. അതാണ് പ്രായശ്ചിത്ത കർമ്മം കുറയ്ക്കുക എന്ന് പറയുന്നത്. നിത്യനൈമിത്തിക കർമ്മങ്ങൾ തീർച്ചയായും മുടക്കം കൂടാതെ ചെയ്യണം. ഇതാണ് നമുക്ക് ആത്മീയ പുരോഗതി, സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടാകാൻ സഹായിക്കുന്ന കർമ്മങ്ങൾ. അതുകൊണ്ട് ഉപരമ എന്ന് പറയുന്നത് നിഷിദ്ധ കർമ്മങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും കാമ്യ പ്രായശ്ചിത്ത കർമ്മങ്ങൾ കുറച്ചു കൊണ്ടുവരികയും നിത്യനൈമിത്തിക കർമ്മങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുന്നതിനുമാണ് ഉപരമ എന്ന് പറയുന്നത്. അങ്ങനെ സ്വധർമ്മം എന്ന വാക്കുകൊണ്ട് ആചാര്യസ്വാമികൾ ഉദ്ദേശിച്ചത് ഈ നിത്യനൈമിത്തിക കർമ്മങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് തിരിക്ഷ, അല്ലെങ്കിൽ എൻഡ്യൂറൻസ്, പേഷ്യൻസ്, ഫോർബിയറൻസ് എന്നൊക്കെ പറയും. ശീതോഷ്ണ സുഖ ദുഃഖാദി സഹിഷ്ണുത്വം, സഹിക്കാനുള്ള കഴിവിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥം പറഞ്ഞാൽ വെല്ലുവിളികളെ നേരിടാനുള്ള മനോധൈര്യമാണ്, മെന്റൽ ടഫ്നെസ്. അതിന് തിദിക്ഷ എന്ന് പറയും. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ വരുമ്പോൾ അതിലൊന്നും പതറാതെ ഉറച്ച മനസ്സോടെ നിൽക്കാനുള്ള കഴിവ്, ഓർ മാനസിക മുക്തി, മെന്റൽ ഇമ്മ്യൂണിറ്റി. എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാതെ ഇൻസുലേറ്റ് ചെയ്തു വെക്കുക. അതിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. എല്ലാം ഉണ്ടാവും, സുഖങ്ങളും ഉണ്ടാവും, ദുഃഖങ്ങളും ഉണ്ടാവും. ശാരീരിക അസുഖങ്ങള്, മാനസിക വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ശാരീരിക അസുഖങ്ങളെ വ്യാധി എന്ന് പറയും, മാനസിക അസുഖങ്ങളെ ആധി എന്ന് പറയും. ആധികളും വ്യാധികളും സ്ഥിരമായിട്ടുള്ളതാണല്ലോ നമുക്കെല്ലാം. സുഖം വരുമ്പോൾ അധികം സന്തോഷിച്ച് തുള്ളിച്ചാടാതെയും ദുഃഖം വരുമ്പോൾ വല്ലാതെ നിരാശരാകാതെയും ഇരിക്കുന്നതാണ് തിദിക്ഷ. ഇത് തിദിക്ഷയുടെ പല പല എക്സാമ്പിളും പല പല കോണ്ടസ്റ്റും വിവരിക്കുകയാണ്. ഭഗവാൻ സ്ഥിരപ്രജ്ഞ ലക്ഷണത്തിൽ, അതായത് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതാണ്, ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനുരിച്യതേ. അതാണ് ഫുൾ ശ്ലോകം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ. ദുഃഖത്തിൽ അധികം സങ്കടപ്പെടാതെയും സുഖത്തിൽ അധികം ആഹ്ലാദിക്കാതെയും ഇരിക്കുക. മോഡറേഷൻ, അതാണ് തിദിക്ഷ. ഇങ്ങനെ രണ്ടിനെയും ഒരുപോലെ സഹിക്കാനുള്ള കഴിവിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. ശാരീരിക തലത്തിലുള്ള അനുഭവങ്ങളെയാണ് ശീതോഷ്ണം, ചൂടും തണുപ്പും എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. സുഖവും ദുഃഖവുമാണെങ്കിലോ അത് മാനസിക തലത്തിലുള്ളതാണ്. അപ്പോൾ ആദികളും വ്യാധികളും രണ്ടും ഇതിൽ വരും. പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മള് മുറുമുറുത്തുകൊണ്ടുള്ള സഹനമല്ല, വേദനയോടെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സ്വയം ശപിച്ചുകൊണ്ടോ ഉള്ള ഒരു സഹനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയില്ലേ, മുറുമുറുത്തുകൊണ്ട് മുഖം വീർപ്പിച്ചിരുന്നോണ്ട് സഹിക്കുക എന്നൊക്കെ പറയില്ലേ, അതല്ല ഇവിടെ പറയുന്നത്. സന്തോഷത്തോടെ അല്ലെങ്കിൽ തിരിച്ചറിവോടുകൂടി അത് സഹിക്കുകയാണ് ചെയ്യുന്നത്. ശങ്കരാചാര്യര് വിവേക ചൂടാമണിയിൽ തിദിക്ഷ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സഹനം സർവ ദുഃഖാനാം അപ്രതീകാരപൂർവകം, പ്രതികാരേച്ഛ ഇല്ലാതെ എല്ലാത്തിനെയും സഹിക്കുക. അതിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. അടുത്തത് ശ്രദ്ധ, ഫെയ്ത്ത് അല്ലെങ്കിൽ ട്രസ്റ്റ്. ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ ശ്രദ്ധ. ഗുരുവാക്യം, വേദാന്ത വാക്യം മുതലായവയിലുണ്ടാകുന്ന വിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയാം. അത് വെറും ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല. ശ്രദ്ധ എന്നത് ഗുരുക്കന്മാരിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലുമുള്ള ഉറച്ച വിശ്വാസമാണ്. സ്ക്രിപ്റ്റേഴ്സിലും ഗുരുവിലും. ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ജ്ഞാനം നേടാനുള്ള ഒരു പ്രമാണമായിട്ട് ആത്മീയ ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുക, അതിനെ ജ്ഞാനം ലഭിക്കുന്നത് വരെ വിശ്വസിക്കുക എന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു പോവുക എന്നുള്ളതല്ല. ആദ്യം നമ്മൾ അതിനെ അംഗീകരിക്കുക. ശരിയാണ്, ഇതാണ് ഉപനിഷത്തുകളാണ് നമുക്ക് ജ്ഞാനം തരാനുള്ള മാർഗം. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ശരിയായിരിക്കണം
എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി പഠിക്കുക. അതിന് എന്തെങ്കിലും സംശയം നമുക്ക് വരികയാണെങ്കിൽ അത് ഉപനിഷത്തിൽ തെറ്റായിട്ട് പറഞ്ഞതാണെന്നോ അല്ലെങ്കിൽ ഗുരു തെറ്റായിട്ട് പറഞ്ഞതാണെന്നോ വിചാരിക്കാതെ എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ മനസ്സിലാകാനുള്ള എൻ്റെ കഴിവിൻ്റെ കുറവ് കൊണ്ടാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുക, എന്ന് മനസ്സിലാക്കുക. അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഗുരുക്കന്മാരും ഗ്രന്ഥങ്ങളും പറയുന്നത് മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും എതിർക്കാതെ മനസ്സിലാക്കാനും ഗുരുവിനോടൊപ്പം ചിന്തിക്കാനുമുള്ള കഴിവ്. നമ്മൾ ഒരു പ്രീജുഡീസ് ഉണ്ടാവാതെ എന്താ പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും എന്താ ഉണ്ടാകുന്നത്, എന്തെങ്കിലും പ്രഭാഷണമൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ ഈ സ്വാമി പറയാൻ പോകുന്നതെന്ന് കേൾക്കാം. നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ജ്ഞാനത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് സ്വാമി പറയുന്നെങ്കിൽ കുഴപ്പമില്ല, സ്വാമി കുറച്ചൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ വിചാരിക്കുന്നതിനെതിരായിട്ടാണ്, വിചാരിക്കുന്നത് പോലെയല്ല, കുറച്ച് വ്യത്യാസപ്പെടുത്തിയൊക്കെയാ സ്വാമി പറയുന്നെങ്കിൽ എന്തേ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്വാമിക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കും. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിക്കാതെ ഇങ്ങനെയും ഉണ്ടല്ലോ, ഇങ്ങനെയാകാതെ ഇപ്പൊ എനിക്കിത് നേരത്തെ അറിയില്ലായിരുന്നു, ഇങ്ങനെ ഇത് മറ്റൊരു മാർഗമാണ്, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാകാത്തതും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതിന് വിനയം അല്ലെങ്കിൽ എളിമ എന്നൊക്കെ പറയാം. ബുദ്ധിപരമായ അഹങ്കാരം, ഇന്റലക്ച്വൽ അരഗൻസ്, ഇതൊരു വലിയൊരു പ്രതിബന്ധമാണ്. നമ്മുടെ എന്ത് സംഗതി പഠിക്കാനാണെങ്കിലും ഈ ഇന്റലക്ച്വൽ അരഗൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല. ഇത് ഇല്ലാതിരിക്കുന്ന അറിവ് നേടാനും ജീവിത വിജയത്തിനും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആൾക്കാർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സമാധാനം തന്നെ ശ്രദ്ധയാണ്. നമ്മളിപ്പം ഫിസിക്കലായിട്ട് പറയുകയാണെങ്കിൽ എന്തൊരു രോഗത്തിന് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ ഡോക്ടർ തരുന്ന മരുന്നിലും ഒക്കെ വിശ്വാസം ഉണ്ടാകണമല്ലോ. ഡോക്ടർമാരെല്ലാവരും നമ്മളെ പറ്റിക്കാനിരിക്കുകയാണ്, അവർക്ക് പൈസ ഉണ്ടാക്കാനാണ്. മരുന്ന് കമ്പനി അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ മരുന്നൊക്കെ എഴുതിത്തരുന്നത്, ഇതൊന്നും കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചോണ്ട് ചോദിച്ചാൽ ഒരിക്കലും അസുഖം മാറാനും പോകുന്നില്ല. ഇത് തന്നെയാണ് ആത്മവിദ്യയുടെ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും ഇത് തന്നെ. ഈ ശ്രദ്ധ വേണം, വിശ്വാസം വേണം. ഇത് തന്നെ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത് 4-ാം അധ്യായത്തില് ജ്ഞാനയോഗം ജ്ഞാനകർമ്മ യോഗത്തില് അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി നഃ പരോ ന ദുഃഖം സംശയാത്മനഃ. അജ്ഞാനിയും ശ്രദ്ധയില്ലാത്തവനും സംശയം തീരാത്തവനും നശിക്കുന്നു. സംശയിക്കുന്നവൻ ഈ ലോകവും പരലോകവും സുഖവും ഒന്നും കിട്ടില്ല. സംശയാത്മാ വിനശ്യതി, അവനൊരിക്കലും സുഖം കിട്ടില്ല. അടുത്തത് സമാധാനമാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ഫോക്കസിങ് പവർ. അതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. ചിത്ത ഏകാഗ്രത, ലക്ഷ്യത്തിലെത്താനുള്ള ഏകാഗ്രതയാണ്, ഫോക്കസിങ് കപ്പാസിറ്റിയാണ് സമാധാനം. ലക്ഷ്യത്തിൽ തന്നെ ഉറച്ച മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുക, ജീവിതത്തിൽ എന്താണ് നേടേണ്ടതെന്ന് അറിയുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിജയം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പലർക്കും താൻ എന്തിനാ ജീവിക്കുന്നത്, എന്താണ് ജീവിത ലക്ഷ്യം, അതുപോലും അറിയില്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല. ജസ്റ്റ് ഓക്കെ ചൽത്തി കാ നാം ഗാഡി എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. കുഴപ്പമില്ല, അങ്ങനെയുള്ളവർ ജീവിച്ചു പോവുകയായിരിക്കും, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആത്മീയ പുരോഗതിയൊന്നും ഉണ്ടാവില്ല. ആത്മീയ പുരോഗതി എന്ന് മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. നേടണമെങ്കിൽ എന്താണ് നേടേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും വേണം. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കണം. വെറും അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? വെറും പൈസ ഉണ്ടാക്കുകയും എൻജോയ് ചെയ്യുകയും മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അതിലും വലിയ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. അവിടെയാണ് ആദ്യം കണ്ട വിവേകവും വൈരാഗ്യവും സഹായിക്കുന്നത്. മുണ്ടകോപനിഷത്തില് വളരെ രസകരമായി പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത്.
ആദ്യം കർമ്മങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഈ കർമ്മ കലുഷിതമായ ലോകത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നും പറയുന്നുണ്ട്. ആദ്യം ഇതാണ് പറയുന്നത്: ഇഷ്ടാപൂർത്തം മന്യമാനാവരിഷ്ടം നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢാഃ നാഗസ്യ പൃഷ്ഠേ സുഹൃതേനുഭൂത്വാ ഇമം ലോകം ഹീനതരം വാ വിസന്തി. യാഗങ്ങൾ, ഹോമങ്ങൾ തുടങ്ങിയ വൈദിക കർമ്മങ്ങളും ദാനം, സേവനം, ക്ഷേത്രനിർമ്മാണം തുടങ്ങിയ പുണ്യകർമ്മങ്ങളുമാണ് ഏറ്റവും ഉന്നതമെന്ന് കരുതുന്ന, അതിലപ്പുറം ശ്രേയസ്സായ ബ്രഹ്മജ്ഞാനമൊന്നുമില്ല എന്ന് കരുതുന്ന മൂഢന്മാർ സ്വർഗത്തിലെത്തിയാൽ പോലും സ്വർഗലോകത്തിലെ സുഖമൊക്കെ അനുഭവിച്ച് തീർന്നുമ്പോൾ വീണ്ടും ഭൂമിയിലേക്കോ അതിലും താഴ്ന്ന ലോകങ്ങളിലേക്കോ മടങ്ങുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിസന്തി. അപ്പോ സ്വർഗലോകത്തിൽ പുണ്യങ്ങളെല്ലാം സമ്പാദിച്ച് സ്വർഗലോകത്തിൽ എത്തിയാലും അത് കഴിയുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും. ഇത് കർമ്മകാണ്ഡത്തിന്റെ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ലിമിറ്റേഷനാണ് പറയുന്നത്. യാഗം, ദാനം മുതലായ കർമ്മങ്ങൾ നല്ലതാണ്, എന്നാലും അവയ്ക്കൊക്കെ താൽക്കാലികമായിട്ടുള്ള ഫലമേ ഉള്ളൂ. അവൻ സ്വർഗം വരെ പോകാം, പക്ഷേ ഫലം തീർന്നാൽ വീണ്ടും ജനനം അനിവാര്യമാണ്. ശാശ്വതമായ ശ്രേയസ് അല്ലെങ്കിൽ മോക്ഷം നേടുന്നത് ബ്രഹ്മജ്ഞാനത്തിലൂടെ മാത്രമാണ്. അതാണ് അടുത്ത ശ്ലോകം പറയുന്നത്: പരീക്ഷ ലോകാൻ കർമ്മജിലാൻ ബ്രാഹ്മണോ നിർവേദമായാന്യാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത് പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. വിവേകമുള്ള ഒരാൾ ലോകത്തിലുള്ളതെല്ലാം പരീക്ഷിച്ചു നോക്കി അവയിൽ നിന്ന് കിട്ടിയ അനുഭവത്തിൽ നിന്ന് കർമ്മം കൊണ്ട് നേടാവുന്ന എല്ലാം പരിമിതമാണെന്നും നശ്വരമാണെന്നും മനസ്സിലാക്കി ശാശ്വതവും ശ്രേഷ്ഠവുമായ ആത്മജ്ഞാനം നേടാനായി ഒരു ഗുരുവിന്റെ അടുത്തെത്തുന്നു. ഇങ്ങനെ തൻ്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക എന്നതാണ് ആദ്യ പടി. അതിനുശേഷം ആ ലക്ഷ്യം മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ ലക്ഷ്യത്തെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഏകാഗ്രതയാണ് സമാധാനം. ഇത് വേദാന്ത പഠനത്തിന് മാത്രമല്ല, ജീവിതത്തിൽ എന്ത് ലക്ഷ്യം നേടണമെങ്കിലും ആവശ്യമാണ്. ഇതാണ് 6 വിധത്തിലുള്ള സാധനകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ. ഇങ്ങനെ 4 സാധനകളും പറഞ്ഞ ഈ വിഷയം അവസാനിപ്പിച്ചു. ഇതിനെ പ്രാപിച്ചവർ, ഈ യോഗ്യത നേടിയവർ തത്വവിവേകത്തിന് അധികാരികളാകുന്നു. ഇങ്ങനെ ഇതെല്ലാം ചേർന്നതാണ് സാധന ചതുഷ്ടയം. ഈ യോഗ്യതകളുള്ളവരാണ് ഇതിന് യോഗ്യരാകുന്നത്. ഇത് മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാവണം. പിന്നെ അത് സ്ലോലി ഇംപ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരണം. എന്നാലേ ഇതിനുള്ള പ്രയോജനം കിട്ടുള്ളൂ. ഇനി ഈ യോഗ്യതകൾ എങ്ങനെ നേടാൻ ആകുമെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.